ഫിലിം ടോക്സിക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത് മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മെഗാസ്റ്റാർ മമ്മൂക്ക, അതുപോലെ തന്നെ വിനീത്, വിജയ് ബാബു, ലെന, സിദ്ദിഖ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ സുഷ്മേത ഭട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മിസ്റ്ററി, കോമഡി, ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ സൂപ്പർ സിനിമയാണ്. നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നത് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെയും ഗോകുൽ സുരേഷിൻ്റെയും അഭിനയം കൊണ്ട് തന്നെ ഈ സിനിമ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 100% ഈ സിനിമയും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. അതുപോലെ തന്നെ ഇതിലെ സിദ്ദീഖിൻ്റെ ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, എങ്കിലും അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനീതായാലും വിജയ് ബാബു ആയാലും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുഷ്മിത ഭട്ട് നടി, ഇതിലത്തെ ഒരു പ്രധാന നടി എന്ന് വേണമെങ്കിലും പറയാം. അവരുടെ ക്യാരക്ടറായെങ്കിലും നല്ല അവർക്ക് കിട്ടിയത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, മമ്മൂക്ക ഇവർ രണ്ടുപേരെയും എടുത്തു പറയേണ്ടതാണ്. എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടറാണ്. കോമഡിയും അതുപോലെ തന്നെ ത്രില്ലറുമായി പോകുന്ന സിനിമ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡിയാണ്. എത്ര സമയം പോകുന്നതേ അറിയുന്നില്ല. അത്രയ്ക്കും നന്നായിട്ടാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് പിന്നെ മൊത്തം കോമഡിയൊക്കെ മാറി ത്രില്ലറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓവറോൾ സിനിമ കണ്ടിരിക്കുമ്പോൾ കൊള്ളാം എന്ന അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലത്തെ സംഗീതം, സോങ്ങുകളൊക്കെ ഓക്കെ, പക്ഷേ സിനിമ ഓവറോൾ നോക്കുമ്പോൾ നല്ല സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇത്ര ദിവസം സമയം കിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നായിരുന്നു സിനിമ കണ്ടത്. ജോലി തിരക്ക് കാരണം സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളും ആരെങ്കിലും സിനിമ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അഥവാ OTTയിൽ വന്നതിന് ശേഷം കാണാമെന്ന് തീരുമാനിച്ച് ആരും വെയിറ്റ് ചെയ്യേണ്ട. ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു രേഖാചിത്രം എന്ന സിനിമ. ആ സിനിമയും പോയി കാണുക. മസ്റ്റ് വാച്ചബിൾ, തിയേറ്റർ വാച്ചബിൾ സിനിമയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.